മോദിയുടെ ആഭിമുഖ്യത്തിൽ ഭൂമി വ്യവസായ ആവശ്യത്തിന് എടുക്കുന്നതുമായി ബന്ധിപ്പിച്ച് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിയമ ഭേദഗതി വരുന്ന വാർത്ത മംഗളം എന്ന പത്രം ഒന്നാം പേജിൽ തന്നിരിക്കുന്നു. ഹിന്ദുവും ഈ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ തന്നിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്ക് വഴിയൊരുക്കാൻ ഭൂമി ഏറ്റെടുക്കൽ നിയമം പൊളിച്ചടുക്കുന്നു. സംസ്ഥാന സർക്കാരുകളുടെ ആവശ്യപ്രകാരമെന്ന് ഗ്രാമവികസന വകുപ്പ്. 19 ഭേദഗതികൾക്ക് നിർദ്ദേശം. 10 ദിവസത്തിനുള്ളിൽ മോദിക്ക് റിപ്പോർട്ട് നൽകും. ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ നിയമം കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളെ മുൻനിർത്തി പൊളിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. കഴിഞ്ഞ UPA സർക്കാർ പാസാക്കിയ നിയമമാണ് കാർഷിക ഭൂമി അടക്കമുള്ളവ ഏകപക്ഷീയമായി ഏറ്റെടുക്കാൻ ഉതകുന്ന വിധത്തിൽ ഭേദഗതി വരുത്തുന്നത്. വികസനത്തെയും വ്യവസായവൽക്കരണത്തെയും തടയുന്നതാണ് നിലവിലെ നിയമത്തിൻ്റെ വ്യവസ്ഥകളെന്നും അതിനാൽ പൊളിച്ചെഴുതണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റിപ്പോർട്ട് നൽകും. 19 ഭേദഗതികളാണ് മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. ഈ ഭേദഗതികൾ നിലവിൽ വന്നാൽ ആരുടെയും സമ്മതമില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിയുമെന്ന് മാത്രമല്ല പുനരധിവാസം അടക്കമുള്ളവ അട്ടിമറിക്കാനുമാവും എന്ന് പറയുന്നത് വഴി കോർപ്പറേറ്റുകൾക്കാണ് ഇതുമായി ബന്ധിപ്പിച്ച് ലാഭങ്ങൾ ലഭിക്കുക എന്ന കാര്യമാണ് ഈ വാർത്തയിലൂടെ മംഗളം നമ്മോട് പറയുന്നത്, മറ്റു പത്രങ്ങളും പറയുന്നത്. ഏതായാലും നന്ദിഗ്രാമിനെയും സിംഗൂരിനെയും ഒക്കെ മുൻനിർത്തി ധാരാളം വർത്തമാനം പറഞ്ഞ BJPയുടെ ആഭിമുഖ്യത്തിലുള്ള സർക്കാരാണ് കോർപ്പറേറ്റുകൾക്ക് അവിഹിതമായി സൗജന്യം നൽകി നഷ്ടപരിഹാരം അടക്കമുള്ളവയിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനുള്ള അധികാരം കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന പുതിയ നിയമ നിർമ്മാണത്തിന് മുൻകൈ എടുക്കുന്നത് എന്നത് കൗതുകകരമായിരിക്കുന്നു. മംഗളത്തിൻ്റെ ഒന്നാം പേജിലെ മറ്റൊരു വാർത്ത ഒരുപക്ഷെ ആശ്വാസസൂചകമായ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സംബന്ധിച്ചാണ്. ഗസറ്റഡ് ഓഫീസർമാരുടെ സാക്ഷ്യപ്പെടുത്തൽ വേണ്ട, സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി എന്ന് കേന്ദ്ര സർക്കാർ നിലപാട്. സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് ഗസറ്റഡ് ഓഫീസർമാരോ നോട്ടറികളോ സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കണമെന്ന നിബന്ധനയ്ക്ക് പകരം രേഖകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഈ വിധം ആളുകളുടെ പിറകെ സഞ്ചരിക്കേണ്ട ഗതികേട് ഇനി സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകില്ല എന്നതാണ് ഇതിൻ്റെ ഒരു നേട്ടം. റെയിൽവേ ബജറ്റ് പാർലമെൻറ്റ് പാസാക്കി. ഈ പ്രക്രിയയിലുടനീളം കേരളത്തിലെ MP-മാർ ഒന്നിച്ചു നിന്ന് കേരളത്തെ നിർദ്ദയം തഴഞ്ഞു കളഞ്ഞ കാര്യത്തെക്കുറിച്ച് പ്രതിഷേധമുയർത്തുകയുണ്ടായി. പ്രതിഷേധമുയർത്തിയ വകയിൽ എന്തെങ്കിലും നേട്ടമുണ്ടായോ? ഉണ്ടെന്ന് പറയാനായില്ല. റെയിൽവേ ബജറ്റുമായി ബന്ധിപ്പിച്ച തൻ്റെ പ്രസംഗത്തിൽ കേരളത്തെ തഴഞ്ഞു എന്ന നിലപാടിനെ മുൻനിർത്തി എന്തെങ്കിലും പുതിയ സഹായം നൽകാൻ സദാനന്ദ ഗൗഡ തയ്യാറായില്ല. പുതിയ ലൈൻ പ്രഖ്യാപിക്കുകയോ പുതിയ സർവേ പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ പൂർണ്ണമായും നിരാകരിച്ചു എന്ന് പറഞ്ഞുകൂടാ. ദേശാഭിമാനിയുടെ ഒന്നാമത്തെ വാർത്ത കാണുക. റെയിൽ ബജറ്റ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തള്ളി, എങ്കിലും പഠിക്കാൻ പ്രത്യേക സമിതി. ശബരിമലയും ഗുരുവായൂരും തീർത്ഥാടന സർക്യൂട്ടിൽ MP-മാരുമായി ഉടൻ ചർച്ചയെന്ന് മന്ത്രി. സഭയിൽ കേരള MP-മാരുടെ പ്രതിഷേധം. കേരളത്തിൻ്റെ റെയിൽ വികസന ആവശ്യങ്ങളും പ്രശ്നങ്ങളും പഠിക്കാൻ പ്രത്യേക സംയുക്ത സമിതിയെ നിയോഗിക്കാൻ റെയിൽവേ മന്ത്രി സദാനന്ദ ഗൗഡ. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും സമിതിയിൽ അംഗങ്ങളാകും. ശബരിമലയെയും ഗുരുവായൂരിനെയും തീർത്ഥാടക സർക്യൂട്ടിൽ പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്രകാരം ഒരു സമിതി ഉണ്ടായാൽ BJP നേതാക്കൾ ആ സമിതിയിൽ ഉണ്ടാകും എന്ന് ഉറപ്പ്. അവരുടെ സൗജന്യമായി വല്ലതും ലഭിച്ചേക്കും എന്നും ഉറപ്പ്. പത്രപ്രവർത്തകനായ വൈദിക് ഹഫീസ് സയ്യിദ് എന്ന കൊടും ഭീകരനെ, അങ്ങനെയാണ് പ്രതിപക്ഷവും ഭരണകക്ഷിയുമൊക്കെ പാകിസ്ഥാനിലുള്ള ഹഫീസ് സയ്യിദിനെ വിശേഷിപ്പിക്കുന്നത്. ബോംബെയിലെ ഭീകരാക്രമണ കേസിലെ പിടികിട്ടാനുള്ള പുള്ളിയായി അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ സന്ദർശിച്ചാൽ അത് ഉറപ്പായും വിവാദമാകും. വിവാദത്തിൻ്റെ 2ാം ദിനം രാജ്യസഭ ഇന്നലെയും സ്തംഭിച്ച വാർത്തയാണ് മെട്രോ വാർത്ത ഇന്ന് നാഷണൽ ഇൻ്റർനാഷണൽ പേജിൽ നമുക്ക് തരുന്നത്. വൈദിക് ഹഫീസ് സയ്യിദ് കൂടിക്കാഴ്ച, സഭയിൽ ബഹളം. ബാബ രാംദേവിൻ്റെ അനുയായി മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ വേദ് പ്രതാപ് വൈദിക് ജമാഅത്ത് ഉദ്ദവ മേധാവി ഹഫീസ് സയ്യിദുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ചൊല്ലി 2ാം ദിവസവും പാർലമെൻറ്റിൽ ബഹളം. സംഭവത്തിൽ സർക്കാരിന് പങ്കില്ല എന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ലോക്സഭയിലും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിലും വ്യക്തമാക്കിയെങ്കിലും ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷം ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഏതായാലും
സുഷമ സ്വരാജ് പാർലമെൻറ്റിന് ഉറപ്പ് കൊടുത്തു. ഇതുമായി ബന്ധിപ്പിച്ച് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിജാവസ്ഥ എന്ത് എന്ന് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. അതിനുശേഷമാണ് സഭയ്ക്ക് ഒരടക്കം ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. കേരളത്തിലെ തെരുവോരങ്ങളിൽ കുന്നുകൂടുന്ന മാലിന്യം ഒരു പുതിയ വിഷയമേയല്ല, അത്രത്തോളം പഴയ ഒരു വിഷയമാണത്. എങ്കിലും ആ മാലിന്യം തിന്ന് തടിച്ചു കൊഴുത്ത തെരുവ് നായ്ക്കളുണ്ട്. ആ നായ്ക്കൾ വലിയ പ്രശ്നമായി ജനജീവിതത്തിന് കേരളത്തിൽ നിന്നും മാറിയിരിക്കുന്നു. അവ മനുഷ്യരെ കടിക്കുന്നു, പേപ്പട്ടി വിഷബാധ കൂടുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് 2 വളർത്താടുകളെപ്പോലും കടിച്ചു കൊല്ലുകയുണ്ടായി ഈ തെരുവ് നായ്ക്കൾ. ആ അർത്ഥത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടിയപ്പോൾ എന്താണ് ഇവയെ ചെയ്യാനാകുക? കൊല്ലണമോ അതോ പരിരക്ഷിക്കണമോ? ഇത്തരം തർക്കങ്ങൾ നിൽക്കുമ്പോൾ അതുമായി ബന്ധിപ്പിച്ച് പുതിയ ഒരു സമീപനം കേരള വെറ്ററിനറി സർവകലാശാല മുന്നോട്ട് വച്ചിരിക്കുന്ന വാർത്ത ഇന്ന് പത്രങ്ങൾ തരുന്നു.